ഇന്ന് നമ്മൾ തൃക്കേപ്പറ്റയിലുള്ള പച്ച ലൈഫ് എന്നുള്ള ബാംബു ക്രാഫ്റ്റിൻ്റെ ഒരുപാട് നിർമ്മാണ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥാപനത്തിൽ ഈ ബാംബുവുമായിട്ട് തൃക്കേപ്പറ്റ ഒരു ബാംബു ഗ്രാമമാണ്. ഇവിടെ ഉറവ് തുടങ്ങി വെച്ചിട്ട് ബാബുവേട്ടനും ശിവരാജും ഒക്കെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കുറേ സ്ഥാപനങ്ങൾ വയനാട്ടിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് പച്ച ലൈഫ്. അപ്പോൾ പച്ച ലൈഫിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ അറിയാം. സുഖല്ലേ? നിങ്ങളുടെ ഈ പച്ച ലൈഫ് കയറിയിട്ട് അങ്ങനെ ഞങ്ങൾ വന്നതാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റുകളാണല്ലേ? അതെ. ഇതൊക്കെ ലാംപ് ഷെയ്ഡുകളാണ് അല്ലേ? അതെ അതെ. ഇത് നമുക്ക് ഫംഗസ് വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമോ? ഇല്ല, ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ബോറിക് ബൊറാക്സ് എന്നുള്ള കെമിക്കലുകൾ ഉപയോഗിച്ചിട്ട് ഒരു ബോയിലിംഗ് ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നതാണത്. അപ്പോൾ അങ്ങനെ വരുമ്പം അതിന് ഫംഗസ് ഉണ്ടാവില്ല. എത്ര വർഷമായി നമ്മളെ പച്ച ലൈഫ്? പച്ച ലൈഫ് ഇപ്പോൾ ഒരു 6 വർഷം. 6 വർഷമായില്ലേ? 6 വർഷമായിട്ട് നമ്മൾ സക്സസ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊക്കെ മേഖലയിലാണ് പച്ച ലൈഫ് ഈ ബാംബുവിനെ നമ്മൾ കൊണ്ടുവരുന്നത്? ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്, പിന്നീട് കൺസ്ട്രക്ഷൻ ഉണ്ട്, ഇന്റീരിയർ ഉണ്ട്, പിന്നെ മറ്റു മെറ്റീരിയലും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മെയിൻലി നമ്മളുടെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഒരു സസ്റ്റൈനബിൾ ലിവിങ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മഡ്, വുഡ്, കുറച്ച് സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ബാംബു കൺസ്ട്രക്ഷൻ, മഡ് ഹൗസുകൾ, അങ്ങനെയുള്ള വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഇപ്പം നമ്മൾ ഈ 6 വർഷത്തിലുള്ള എങ്ങനെ നമുക്കെങ്ങനെ സാധാരണ ആളുകളിലേക്ക് ഇത് എത്തുന്നുണ്ടോ, അതോ റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ അങ്ങനെയാണോ വരുന്നത്? ഇതൊരു സാധാരണ ലൈഫിൻ്റെ ഭാഗം ആയിട്ടുണ്ടോ? അങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് മുള എന്താണ് അതിൻ്റെ ഒരു അവയർനെസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുകൾ അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലർക്കും ഉള്ള ഒരു ധാരണ എന്ന് പറയുന്നത് മുള പണ്ട് നമ്മൾ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എല്ലാ വീടുണ്ടാക്കാൻ എല്ലാ കാര്യങ്ങൾക്കും അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊരു ഫാൻസി ആ ഒരു ഇതിലേക്ക് പോകുന്നുണ്ട്. നമ്മളെ പോലെയുള്ള ആളുകൾക്ക് പിന്നെ അങ്ങനെ വരുമ്പം ഒരുപാട് വർക്കുകൾ ആ രീതിയിൽ വരുന്നുണ്ട്. ഇപ്പം ആളുകൾ മുളയുടെ ഒരു സവിശേഷത എന്താണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കി വരുന്ന കുറേ ആൾക്കാരുണ്ട്. അല്ലാതെ അത് ഓക്കെ, നമുക്ക് വളരെ ലോ കോസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്, അതുകൊണ്ട് നമുക്ക് ലോ കോസ്റ്റ് ആയിട്ട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ലോ കോസ്റ്റ് ആയിട്ട് ഒരിക്കലും നമുക്ക് മുളയിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ലൈഫ് കുറവായിരിക്കും. ഇതൊരു ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതെ, ട്രീറ്റ്മെൻറ്റ്, പിന്നെ ലേബർ. നമുക്കറിയാലോ, ഇപ്പം നിങ്ങൾ 90% നമുക്ക് ഈ ഹാൻഡ് വർക്കുകൾ തന്നെയാണ് അല്ലേ? അതെ, മിഷനറീസിനേക്കാൾ കൂടുതൽ നമുക്കിത്. അതെ. പക്ഷേ ഇതിൽ കുറേ കൂടിയൊക്കെ മുന്നോട്ട് പോയിട്ടുള്ള ഈ ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മളെ ഈ ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ ഈ ചൈനയുടെ ബാംബു പ്രൊഡക്റ്റുകളാണ് വന്നിരുന്നത്. ഇപ്പോൾ പിന്നെ ഈ നികുതിയുടെ മറ്റു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ അത് വരെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പൊതുവെ അത്. പക്ഷെ അതിനനുസരിച്ച് നമ്മളെ ഇന്ത്യൻ വിപണിയിലുള്ള ഈ ബാംബുവിനെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതെ, അതൊരു പ്രധാനമായിട്ട്. പിന്നെ ചൈനയിൽ എന്ന് പറയുന്നത് പോലെ ഈ കരകൗശല രംഗത്തേക്ക് ആ സർക്കാർ നൽകുന്ന ഒരു സപ്പോർട്ടിങ് ഇന്ത്യയിൽ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. സർക്കാരിൻ്റെ മാത്രമായിരിക്കില്ല, അവിടെയുള്ള ആളുകളും അങ്ങനെ ആ രീതിയിൽ വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ചൈന എന്ന് പറയുന്നത് ബാംബു അത്രത്തോളം അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പക്ഷേ അത്രത്തോളം അവൈലബിലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഇപ്പം. പക്ഷെ ഇന്ന് ഒരുപാട് പ്ലാന്റേഷൻ നടക്കുന്നുണ്ട്. അതിനെ ആ ഒരു റേഞ്ചിലേക്ക് കൊണ്ടുപോകാൻ സർക്കാർ അടക്കം മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മളിവിടെ ഇപ്പോൾ എനിക്കറിയാം, ഞാൻ ഈ നിലമ്പൂരിൽ അതുപോലെ തന്നെ 1-2 സ്ഥലങ്ങളിൽ ഇവിടെയുള്ള നമ്മളുടെ ഈ സ്പൈസസ് ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ ഇപ്പോൾ വരുന്നത് ആസാമിൻ്റെ പ്രൊഡക്റ്റുകളാണ്. അത് നന്നായിട്ട് വരുന്നുണ്ട്. നിലമ്പൂരൊക്കെ അതിൻ്റെ വലിയ ഗോഡൗണുകളുണ്ട്. ഇത് ആസാമിൽ നിന്ന് വന്നിട്ട് അത് നിലമ്പൂരിൽ നിന്നൊക്കെ വിൽക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോഴും നമ്മളുടെ ഇവിടെ കേരളത്തിൻ്റെ ഒരു പ്രൊഡക്റ്റുകൾ അത്ര അങ്ങോട്ട് വന്നിട്ടില്ല. അത് ഒന്നെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൈസിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയാത്തത്. അതെ അതെ, ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ എന്ന് പറയുന്നത് അവിടെയും ഈ പറഞ്ഞ പോലെ ബാംബു ഒരുപാട് സുലഭമായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ ട്രഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നും മോളയിൽ തന്നെ ട്രഡീഷണലി അവരുടെ ജീവിതം
കെട്ടിപ്പടുക്കുന്നത് മുളയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ. പക്ഷെ ഇന്ന് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ പണ്ട് തൃക്കേപ്പറ്റ എന്ന് പറയുകയാണെങ്കിൽ അവിടെ തന്നെ ഒരുപാട് കൊട്ടയൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ട്രഡീഷണൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഇന്നത് കുറവാണ്. അപ്പം നമ്മളിപ്പം ആളുകളെ പുതിയ ആളുകൾ ട്രെയിൻ ചെയ്തെടുപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പരിമിതിയുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നതും അവർ പഠിക്കുന്നതുമായിട്ടുള്ള ഒരു പരിമിതിയുണ്ട്. ഓക്കെ, അപ്പം നമ്മളൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീവിങ് പാറ്റേൺ അവർ പഠിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ അത് ഈ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നവർക്ക് അത് ഇൻബോണായിട്ട് കിട്ടുന്നൊരു ടാലൻ്റ് ഉണ്ട്. അപ്പോൾ അതിലൂടെ വരുമ്പം അവർക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ നോർത്ത് ഈസ്റ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ അത്തരം ആളുകൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ കാര്യങ്ങൾ. അതുകൊണ്ടാണ് അവർ കുറച്ച് അവരുടെ പ്രൊഡക്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പം വിലയിൽ വ്യത്യാസം വരുന്നുണ്ട്. അതെ അതെ. ഈ പിന്നെ നമ്മള് എന്താണ് ഈ ക്ലിപ്പ് അതുപോലെ സാധനങ്ങളൊക്കെ അവരത് 3 രൂപ 5 രൂപ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമുക്കൊരിക്കലും ആ ഒരു ഇതിൽ കൊടുക്കാൻ പറ്റില്ല. നമുക്കൊരു 50 രൂപ റേഞ്ചിലേക്ക് വരും നമ്മളത് ചെയ്യുമ്പോൾ. അതെ അതെ അതെ. കൽക്കത്തയിൽ ഇതിന്റെ വലിയ മാർക്കറ്റ് ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ഈ സാധനങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഈ ബിൽഡിങ്ങിലേക്കൊക്കെ നമ്മൾ ഇതിലേക്ക് ഈ ബാബുവിലേക്ക് കയറുമ്പോൾ ഇന്റീരിയർ അല്ല, അതിന്റെ നിർമ്മാണത്തിലേക്ക് ഒരു കാലത്ത് വയനാട്ടുകാരന് മുള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പുല്ലും മുള വീടുകളും ഒക്കെ ഉണ്ടായിരുന്നത്. തിരിച്ച് ഇത് നമ്മൾ ആ ഇതിലേക്ക് വരുമ്പോൾ ഇതിന്റെ ലൈഫ് ഒരു വിഷയമായിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് മുറിക്കുന്ന ഒരു സമയം അങ്ങനെ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ കുത്താണ്ടിരിക്കാൻ ആണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് കറക്റ്റ് പക്കം നോക്കി വെട്ടുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നതിന് അതിനേക്കാൾ എളുപ്പമായിട്ട് നമുക്ക് എപ്പോൾ വേണേലും പോയി വെട്ടാം, കളക്ട് ചെയ്യാം. അതിന് അത് കുത്തൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് നിങ്ങളുടെ ഈ ഒരു നിർമ്മാണ മേഖല കണ്ടുകൂടെ? തീർച്ചയായും. നിർമ്മാണ യൂണിറ്റ് അല്ലേ, ഇതൊക്കെ നമുക്ക് ലാംപ് ഷെയ്ഡുകൾ അല്ലേ, ഇതൊക്കെ ഈ ഒരു പിന്നെ എന്താ പറയാ നമ്മളുടെ ഈ ഒരു പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കിയിരുന്ന അതേ ഒരു കോപ്പി തന്നെയാണ് ഇതിന്റെ. വേറൊരു വേരിയേഷൻ ആണ്. ഒരൊറ്റൊരു മുളയിൽ തന്നെ ഒരു ഓടയും നമ്മള് അപ്പൊ ഇനി ഇതില് ഹോൾ ഇട്ടിട്ട് ബൾബ് ഓർഡർ ഇത് ഫിറ്റ് ചെയ്യണം അല്ലേ? അങ്ങനെ ചെയ്യാം. അല്ല, ഇതിപ്പോ നമ്മൾ ചെയ്യുന്നത് ഒരു പിന്നെ ഗാർഡൻ ലൈറ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ ഔട്ട്ഡോറിലാകുമ്പോ മഴയും വെയിലും ഒക്കെ അതിന് നമ്മൾ ഇതിന് മുകളിൽ വേറെ കോട്ടിങ് കൊടുക്കണം. ഒരു കോട്ടിങ് കൊടുക്കണം. ഔട്ട്ഡോറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോട്ടിങ് കൊടുക്കണം. ഇത് നമ്മള് മണ്ണിലാണല്ലോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതെ, ഇത് നമുക്കങ്ങനെ നിൽക്കുമല്ലോ അല്ലേ ഇതിങ്ങനെ? അതെ, ഇതിപ്പോ നമ്മൾ ചെയ്തിട്ടൊരു ഇതില് മണ്ണിന്റെ പുറമെ നമ്മൾ മറ്റെന്തെങ്കിലും കെമിക്കലുകൾ ആഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇതിന്റെ മുകളിൽ ഇപ്പൊ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോ നമ്മള് മണ്ണും ഉമിയും പിന്നെ കുമ്മായും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു അങ്ങനെ ഇതിപ്പോ അങ്ങനെ ഇങ്ങനെ നമ്മൾ ഇതിൽ ചെയ്തതാണല്ലേ? ഇതൊരു വാൾ ഹാങ്ങിങ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഒരു ലാംപ് ഷെയ്ഡ് വരും, പിന്നെ വേണം നമുക്കൊരു പ്ലാന്റർ ഇതിൽ സെറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിനുള്ള മുള ഇപ്പൊ അവൈലബിൾ ആണോ? നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ നമ്മളിവിടെ അവൈലബിൾ ആണ്. പക്ഷെ അത് ലാർജ് സ്കെയിലിലേക്ക് പോകുമ്പോൾ ചിലപ്പം ബുദ്ധിമുട്ട് വരാറുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള മുള നമുക്ക് ഇവിടെ കുറവാണ്. അതിനിപ്പോൾ നമ്മൾ പലപ്പോഴും മഹാരാഷ്ട്ര, നോർത്ത് ഈസ്റ്റ് അവിടെ നിന്നൊക്കെ വരുന്ന മുളകാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഉണ്ട് അത്, പക്ഷെ അത് അത്രയും ലാർജ് സ്കെയിലിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആണല്ലേ? ഇപ്പോൾ പിന്നെ നിങ്ങൾ എത്ര ജോലിക്കാരൊക്കെ ഉണ്ട് ഇവിടെ? ഇപ്പോൾ ഞങ്ങൾ 5 ആൾക്കാരുണ്ട്. 2 ചേച്ചിമാരും 5 പേര്. 5 പേർക്ക് ഏകദേശം വർക്ക് ഉണ്ട്. അതാണല്ലോ ഒരു ഞായറാഴ്ചയും കൂടി നിങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. അത് അല്ല, ഞായറാഴ്ച സ്വാഭാവികമായിട്ട് നമ്മൾ പ്രവർത്തിക്കാറില്ല. ഇന്ന് പിന്നെ കുറച്ച് പേർ 1-2 വർക്കുള്ളതുകൊണ്ടാണ്. ശരിക്കും വയനാട്ടുകാരൻ തന്നെയാണോ? അല്ല, ഞാൻ കണ്ണൂരാണ്. കണ്ണൂരിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിനോടുള്ള ഒരു താല്പര്യം തന്നെയാണ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഷമൽ എന്താണ് പഠിച്ചിട്ടുള്ളതും? ഞാൻ ഡിസൈനറാണ്. ഞാൻ നിഫ്റ്റിന്ന് പാസ് ഔട്ടാണ്, ബാംഗ്ലൂർ നിഫ്റ്റ്. ഓക്കെ, അവിടെ ആക്സറി ഡിസൈനിങ് ആയിരുന്നു പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞാൻ ഉറവിൽ പണ്ട് ഇന്റേൺഷിപ്പ് ബന്ധപ്പെട്ട് വന്നതാണ് ഇവിടെ വയനാട്ടിൽ. അതിനുശേഷം പിന്നെ മുളയായിട്ടുള്ളൊരു മെറ്റീരിയലിനോടുള്ള ഒരു ക്രൈസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ പഠിച്ചത് ഈ ഒരു ഡിസൈൻ ഫീൽഡ് ആയതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം. ഒരു സ്റ്റുഡിയോ, ഒരു
ഡിസൈൻ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഇതിൽ അങ്ങനെ തുടങ്ങിയതാണ്. കണ്ണൂര് നമുക്ക് ഇതിന്റെ മാർക്കറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ ഇവിടുന്ന്? കണ്ണൂരേക്ക് മാത്രമായിട്ട് ഇല്ല, കണ്ണൂരല്ല. നമ്മൾ ഞങ്ങളിപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇപ്പം നമ്മൾ ഇൻറ്റീരിയർ കൺസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിലേക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യും. കസ്റ്റമൈസ് ആളുകൾ ഓഫീസുകളും അങ്ങനെ ഇന്റീരിയറും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാംബൂനെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടല്ലേ, ഒരുപാടുണ്ട്. അങ്ങനത്തെ ഒരു ട്രെൻഡ് വരുന്നുണ്ട്. എക്സിബിഷനുകൾ അതുപോലെ അങ്ങനെയൊക്കെ. അതെ, പിന്നെ നമ്മളുടെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എക്സിബിഷനാണ്. എക്സിബിഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ മറ്റ് ഷോപ്പുകളിലേക്ക് അങ്ങനെ സെല് ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്ക് അല്ലാതെ വരുന്ന നമ്മളിപ്പം സോഷ്യൽ മീഡിയ വരുന്ന എൻക്വയറീസ് ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വരും. ഇതിപ്പോൾ നമ്മൾ ഒരാളുടെ ഒരു വർക്കാണ്, ഒരു ദിവസത്തെ വർക്കാണ്, അപ്പോൾ അത്രയും കൂലി വരും. പിന്നെ അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് വരും അല്ലേ? ഇത് ഓരോ സ്പൈസസ് നമ്മൾ ഇതിലിടും. അതാണ് നമ്മളുടെ മറ്റൊരു ഇതിലുള്ള ഒരു വിഷയം. അതാണ് നമുക്ക് ആ ഒരു ലേബറാണ് നമ്മുടെ നാട്ടിൽ ഇത് നിങ്ങളുടെ നാട്ടിൽ ഈ കണ്ണൂർ ഭാഗത്തുനിന്നല്ലേ? ഇതൊക്കെ നമ്മൾ ഇവിടെ കാലിക്കറ്റിൽ നിന്ന് വരുന്നതാണ്. നമുക്ക് ഇതുപോലത്തെ പീസായിട്ട് തന്നെ വരും അല്ലേ? തെങ്ങിന്റെ സൈസിൽ നമ്മൾ വേണ്ട സൈസിൽ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരികയാണ്. അവിടുന്ന് കൊണ്ടുവന്നിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലേ? ഇവിടെ എന്താണ് പഠിക്കുന്ന ആളാണോ? പുള്ളിക്കാരി ബാംഗ്ലൂർ കോളേജിൽ നിന്ന് വന്നതാണ്, ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഡിസൈൻ ബാക്ക്ഗ്രൗണ്ടാണ്. അത് ശരി. ഞാൻ പഠിച്ച സെയിം കോളേജിൽ നിന്ന് വന്നതാണ്. അങ്ങനെ നമുക്ക് വരുന്നുണ്ടോ ആളുകൾ? വരുന്നുണ്ട്. എല്ലാ സീസണിലും ഇന്റേൺഷിപ്പിന് ആളുകൾ വരാറുണ്ട്.